എൻ്റെ പേര് ബാഹുല്യനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതരണം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയൻകീഴ് ക്ഷേത്രത്തിലെ പൊങ്കാല ആരംഭിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. ശാർക്കര ക്ഷേത്രത്തിലെ പൊങ്കാല അല്പമുള്ളിൽ തന്നെ ആരംഭിക്കും. 9:30 കഴിയുമ്പോൾ തന്നെ ആരംഭിക്കും. 10 ജനങ്ങളോട് ഒരു വൻ തിരക്കാണ് അനുഭവപ്പെടുന്ന രണ്ട് ഭാഗത്ത്. പൊങ്കാല ആരംഭിച്ചിട്ടില്ല. അല്പമുള്ളിൽ തീ പകർന്നതോടെ തന്നെ പൊങ്കാല ആരംഭിക്കുമെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. നമ്മൾ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് പൊങ്കാല ഇടാൻ വരുന്നത്. ആറ്റുകൾ കഴിഞ്ഞ സ്ത്രീകൾ ശബരിമല എന്ന് അറിയപ്പെടുന്ന ചെറിയൻകീഴ് അമ്മയെ വിളിച്ച ഏത് കാര്യം നടക്കുമെന്നാണ് പറയുന്നത്. അത്ര ജനങ്ങളാണ് രണ്ട് ഭാഗത്തും വെയിലിനെ വകവയ്ക്കാതാണ് സ്ത്രീകൾ പൊങ്കാലയിടാൻ വരുന്നതെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അത്തരം ആ സ്റ്റേജിൻ്റെ ഫ്രണ്ട് കവാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നത്. അമ്മയെ വിചാരിച്ച ഏത് കാര്യം നടക്കും. ഈ കൊല്ലം വരുമ്പോൾ അടുത്ത കൊല്ലവും പൊങ്കാലയിടാൻ വരണമെന്ന് തന്നെ തോന്നും. അത്തരം നടപടിയിൽ തന്നെ നമ്മൾ പോകുന്നുണ്ട്. കലത്തിൽ തന്നെ മംഗലത്തിലും അതുപോലെ ചുടുകല്ലിൽ ഊട്ടി അടുപ്പിലുമാണ് പൊങ്കാലയിടുന്നത്. കുതുമ്പും വിറവും എല്ലാം വന്നിട്ടുണ്ട്, സ്ത്രീകൾ കൊണ്ടുവന്നിട്ടുണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. ആ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മളും ലൈവാണ് പ്രേക്ഷകരെ മുന്നിൽ നൽകുന്ന. പൊങ്കാല അല്പമുള്ളിൽ തന്നെ ആരംഭിക്കുമെന്ന് തന്നെ പറയാം. വെയിലിനെ വകവയ്ക്കാതാണ് സ്ത്രീകൾ പൊങ്കാലയിടാൻ വരുന്നത്. ആറ്റുകൾ കഴിഞ്ഞ അടുത്ത സ്ത്രീകളുടെ പൊങ്കാല സ്ഥലമെന്ന് പറയുന്ന ക്ഷേത്രമെന്ന് പറഞ്ഞ ഈ ക്ഷേത്രമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അത്തരം പൊങ്കാലയ്ക്ക് അമ്മയെ വിചാരിച്ച ഏത് കാര്യം നടക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്കിനി പോകാൻ സാധിക്കുന്നുണ്ട്. അല്പമുള്ളിൽ തന്നെ പൊങ്കാല ആരംഭിക്കുമെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കുന്ന പൊങ്കാല കലങ്ങളും വിറവുകളും അതിൻ്റെ ദൃശ്യങ്ങളാണ്. ഒരു മണലാണ് വിരിച്ചിരിക്കുന്നതെന്ന് പറയാം തറ. അവിടെയാണ് ആ സ്ത്രീകൾ വെയിൽ കൊണ്ട് പൊങ്കാല ഇടുന്നത്. വെയിലിനെ വക വയ്ക്കാതാണ് പൊങ്കാല ഇടുന്നതെന്ന് പറയാം. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. പൊങ്കാല അർപ്പിക്കുന്നതിനായി ക്ഷേത്രത്തിലെത്തിയ ഒരു ഭക്തയുടെ മാർച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു. അല്പങ്ങളിൽ തന്നെ പൊങ്കാല ആരംഭിക്കും. ശ്രീകോവിൽ നടയിൽ തീ പകർന്ന് നൽകുന്നതോടെ തന്നെ പൊങ്കാല ആരംഭിക്കും. പോറ്റുമാരെല്ലാം എത്തിക്കഴിഞ്ഞു. വെയിലിനെ വകവയ്ക്കാതെ സ്ത്രീകൾ പൊങ്കാലയിടാൻ എത്തിയെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഇരു സൈഡും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞെന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഫലങ്ങളെല്ലാം ഇതായിരിക്കുന്നു. രണ്ട് സൈഡും സ്ത്രീകൾ വെയിൽ തണലത്ത് നിൽക്കുന്നു. പൊങ്കാല സമയമായില്ലെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് എൻ്റെ വാർത്തയും നൽകുന്നതെന്ന് പറയാം. നമ്മൾ ആ സ്ഥലത്തേക്ക് ഇപ്പോൾ ലൈവാണ് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്ന അന്നേ നമുക്ക് പറയാൻ സാധിക്കുന്നു. ആറ്റുകൽ കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ ശബരിമല എന്ന് പറഞ്ഞ ശാർക്കര ക്ഷേത്രമാണ്. അമ്മയെ വിളിച്ച ഏത് കാര്യവും നടക്കുമെന്നാണ് പറയുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിനിടെ ആ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ വാർത്തയും. പൊങ്കാല അല്പമുള്ളിൽ തന്നെ ആരംഭിക്കുമെന്ന് തന്നെ പറയാം. ഇരുഭാഗത്തും ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞെന്ന് എൻ്റെ അഭിപ്രായം. പൊങ്കാലയ്ക്ക് രണ്ട് സൈഡും തണലുകളും ഉണ്ടെന്ന്, മരങ്ങളെ കൊണ്ട് തണലുകളും ഉണ്ടെന്ന് പറയാം. ഒരു
മണൽ വിരിച്ച സ്ഥലത്താണ് പൊങ്കാല നടക്കണമെന്ന് പറയാം കൗതുകമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ നൽകുന്ന. സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞു കുവിഞ്ഞെന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ള വിവരങ്ങളെന്ന് പറയുന്നത്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേയൻ.